ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിലും ബ്രെഡും മുട്ടയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് ഓംലെറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ കുട്ടികൾക്ക് 4 മണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ വളരെ നല്ലതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും നിങ്ങളുടെ കമൻറ്റ് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 മുട്ടയാണ്. ഇനി ഇതിനാവശ്യമുള്ളത് ഒരു ചെറിയ സവാള വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ബട്ടർ, 2 പീസ് ബ്രെഡ്. ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായിരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചിയും ചേർത്തൊന്ന് വഴറ്റണം. സവാള എല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് ചെറുതായിട്ട് കളർ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. മുട്ട ഒരു ബൗളിലേക്ക് നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെള്ളമോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പാലോ നമുക്ക് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഫ്ലഫി ആയിട്ട് ഈ മുട്ട അടിച്ചെടുക്കാൻ പറ്റും. നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇനി അടിച്ചെടുത്ത മുട്ടയിലേക്ക് നമുക്ക് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കാം. ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിരുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു വശം ബ്രെഡ് എടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടക്കൂട്ടിൽ ഇതുപോലെ മുക്കി എടുത്തിട്ട് പാനിലേക്ക് വെച്ചു കൊടുക്കാം. 2 സൈഡ് ഇതുപോലെ മുട്ടയൊക്കെ നന്നായിട്ട് പിടിക്കുന്നവരൊന്ന് പതുക്കെ ഒന്ന് മുക്കി കൊടുക്കുക. ഇനി അതിന്റെ പുറത്തേക്ക് നമുക്കൊരു സ്പൂൺ കൊണ്ട് ഈ മുട്ട മിക്സിങ്ങിൽ ഒഴിച്ചു കൊടുക്കുക. പാൻ മൂടി ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യാം. ഇനി മൂടി മാറ്റിയതിന് ശേഷം ഈ ബ്രെഡ് ഒന്ന് നമുക്ക് തിരിച്ചിടണം. ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടക്കൂട്ട് ഇതുപോലെ തന്നെ സ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി പാൻ മൂടിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പാൻ തുറന്ന് വെച്ച് തന്നെ നമുക്ക് 2 സൈഡും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ബട്ടറൊക്കെ അതിന്റെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. 2 സൈഡും ഒന്ന് മൂത്ത് ചെറിയ ബ്രൗൺ കളർ ആവുന്നവരെ മൂപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമേ മുട്ടയുടെ ഒരു പച്ചച്ചുവയൊക്കെ മാറി കിട്ടുകയുള്ളൂ. സ്റ്റവ് ചെറിയ ഫ്ലെയിമിൽ വെച്ചൊന്ന് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ആ മുട്ടയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുകയുള്ളൂ. ഇപ്പോൾ ബ്രെഡിന്റെ 2 സൈഡ് മൂത്ത് ചെറിയ ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ബ്രെഡ് നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റിയുമായ ബ്രെഡ് ഓംലെറ്റ് റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ കുട്ടികൾക്ക് ഒരു ലഞ്ച് ബോക്സിലോ അല്ലെങ്കിൽ സ്നാക്സ് ഒക്കെ ഇട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയറും കമൻറ്റും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.